ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത, നിങ്ങളിൽ പലരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി സെറ്റുകളാണ്. ഒത്തിരി സെറ്റുകളുണ്ട്, ഒത്തിരി സെറ്റുകൾ. അത് വെറൈറ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി സെറ്റുകളാണ്. പിന്നെ DVD പ്ലെയർ ഉണ്ട്, AVR ഉണ്ട്, വലിയ പഴയ 50 വർഷം പഴക്കമുള്ള ഒരു ആംപ്ലിഫയർ റെഡിയാക്കുന്നുണ്ട്. സൂപ്പർ സാധനം, വിക്ടർ എന്ന് പറഞ്ഞാൽ എന്നാ സൗണ്ട് ക്വാളിറ്റിയാണ്. ഇപ്പോഴത്തെ ഡോൾബി DTS ഒക്കെ അറ്റ്മോസ് ഒക്കെ ഒന്നുമല്ല അതിൻ്റെ മുമ്പിൽ. ഭയങ്കര ക്ലാരിറ്റി. എൻ്റെ ഓഡിയോ ഞാൻ കേൾപ്പിക്കാം. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. ഞാൻ ഇന്നുവരെ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങളെ ഒട്ടും ബോറടിപ്പിക്കാതെ പടപടപടപടേന്ന് ഓരോ ഐറ്റംസും വരും കേട്ടോ. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 2 മിനി ഹൈഫൈകളാണ് ചെയ്യുന്നത്. സോണിയുടെ 2 മിനി ഹൈഫൈ ആണ്. രണ്ടും 2 രീതിയിലുള്ളതാണ്. ഇതിനിപ്പോൾ ഇവിടെ CD ഉണ്ടെന്ന് തോന്നുന്നു. CD ഉണ്ട്, ഇത് CD ഉണ്ട്. കാസറ്റ് ഇല്ലെന്ന് തോന്നുന്നു. കാസറ്റ് ഇല്ല, CD ഉണ്ട്, 2 പെൻഡ്രൈവ് ഉണ്ട്, മൈക്ക് കണക്ട് ചെയ്യാം. ഡെഡാണ് സെറ്റ്, രണ്ടും ഡെഡാണ്, 2 ഓണാകുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ CD ടോപ്പിലാണ്. ഇതിന് പെൻഡ്രൈവും ബ്ലൂടൂത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് കയറ്റിയതാണ്. ഇതും ഡെഡാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മൊബൈൽ നമുക്ക് ഇവിടെ ഇതേൽ കണക്ട് ചെയ്ത് ഐഫോൺ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഫോൺ ഡയറക്റ്റ് പ്ലേ ചെയ്യാനുള്ള ഒരു സംവിധാനം ഓരോ കാലത്തും ഉള്ളതാണ്. പിന്നെ ഈ സെറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത 110 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന സെറ്റാണ്. ഇത് അമേരിക്കൻ സെറ്റാണ്. 110 വോൾട്ടിലാണ് ഈ സെറ്റ് വർക്ക് ചെയ്യുന്നത്. ഇത് 230 നമുക്ക് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന സെറ്റാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് പലപ്പോഴും വീഡിയോകൾ കുറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പീഡിൽ സർവീസ് ചെയ്യുമ്പോൾ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്ന വർക്ക് തീരത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ, ഒന്നും വിചാരിക്കില്ല. പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ കംപ്ലൈൻ്റൊക്കെ പറഞ്ഞു തരാം. താങ്ക് യു. ഇതാണ് എൻ്റെ പവർ സപ്ലൈയിൽ വോൾട്ടേജൊക്കെ ചിലതൊക്കെ മിസ്സിങ് ആണ്, ചിലതൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡെക്കിൻ്റെ 2 സൈഡിലത്തെ കവർ അഴിച്ചതാണ്. ആ കവറിലിരിക്കുന്ന വെള്ളം കണ്ടോ? എങ്ങനെ ഈ വെള്ളം ഇങ്ങനെ വരുന്നത് നമുക്കറിയത്തില്ല. വെള്ളം വീണതൊന്നുമല്ല ഇത്. ഇത് ചില പ്ലാസ്റ്റിക്കല്ല നമ്മുടെ ക്ലൈമറ്റുമായിട്ട് ചേർന്നുണ്ടാകുന്ന ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. നമ്മുടെ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ ഈർപ്പം പിടിക്കല്ലേ എന്ന് പറഞ്ഞ പോലെ നല്ലപോലെ വെള്ളമുണ്ട്. വെള്ളം ഒഴുകി മുത്തായിട്ടായിരിക്കുന്നത്. ഇത് മതിയല്ലോ സെറ്റ് കംപ്ലൈൻ്റ് ആകാൻ, വേറെ ഒന്നും വേണ്ടല്ലോ. ഇതടുത്ത ഒരു MHC VX77 എന്ന് പറഞ്ഞ് ഒരു 3 CD ചേഞ്ചറാണ്. സോണിയുടെ 3 CD ചേഞ്ചറാണ്. VCD ആണ്, പഴയ VCD ആണ്. DVD കണ്ടുപിടിക്കുന്നത് വരുമ്പോൾ 4000 വാട്ട്സ് PMBO ഒക്കെ ഉള്ള ഒരു സെറ്റാണ്. അതിൻ്റെ ഉൾവശമാണിത്. ഉൾവശം പഠിച്ച് നമ്മൾ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അതാണ് അടുത്ത സെറ്റ്. ഇത് അടുത്ത സെറ്റാണ്. ഇത് പീസായിട്ടൊരു 4 പീസുള്ള സെറ്റാണ്. ഇപ്പോൾ 2 പീസ് നമ്മൾ സർവീസിനായിട്ട് എടുത്താണ്. MHC S9D എന്ന് പറഞ്ഞ സെറ്റാണ്. ഇത് സ്റ്റാൻഡ് ബൈ കിടക്കുകയാണ്. മൾട്ടി ചാനൽ ഡീകോഡിംഗ് ഒക്കെ ഉള്ള നല്ല ഡിസ്പ്ലേ ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി സെറ്റാണ്. അപ്പോൾ സർവീസ് ചെയ്യാൻ പോവാണ്. ബാക്കി കാര്യങ്ങൾ സർവീസിന് ശേഷം പറയാം. ഇതിപ്പോൾ സെറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. FM കിടക്കുകയാണ്. ഇനി സ്പീക്കറൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. എൻ്റെ ബാക്കിയെല്ലാം വർക്കാകുന്നുണ്ട്. AFD, ഗെയിം, സ്റ്റാൻഡ് ബൈ, ലൈവ്, ചർച്ച്, ഡിസ്കോ, ജാസ്, എല്ലാ സാധനങ്ങളും വർക്കാകുന്നുണ്ട്. ഇനി ഔട്ട്പുട്ടും കൂടെ നോക്കിയാൽ മതി. നമുക്ക് ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ DVD പ്ലെയർ ആണ്. അത് നമുക്കൊരു ഡിസ്ക് ഇടാം. 3 CD ചേഞ്ചറാണ്. 3 CD ചേഞ്ചർ, വെറൈറ്റി 3 CD ചേഞ്ചറാണ്. സാധാരണ 3 CD ചേഞ്ചർ പോലെയല്ല. ഇത് വീണ്ടും അകത്തേക്ക് കയറി പോകുന്നു. ഒരു 3 ലൈനായിട്ട് വന്നിട്ട് വീണ്ടും ഈ മെക്കാനിസം ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നു. ഭയങ്കര പരിപാടിയൊക്കെയാണ്. ഒരു CD-ക്ക് വേണ്ടി അടുത്ത ഡിസ്ക് ഉണ്ടോ എന്ന് നോക്കുന്നു. എന്നിട്ട് നോ ഡിസ്ക് എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു സെറ്റാണ്. പിന്നെ ഇപ്പോൾ ഡിസ്കൊക്കെ തീർന്നുകൊണ്ട് ഇതിന് വലിയ പ്രശസ്തിയൊന്നും ഇല്ല. എന്നാലും നമ്മളത് റെഡിയാക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. തക്കാലം നമ്മൾ ഇതിനകത്തൊരു ബ്ലൂടൂത്ത് പിടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ അടുത്ത സെറ്റാണ്. വിക്ടർ, പഴയ അനലോഗ് സെറ്റാണ്. വലിയ ട്രാൻസ്ഫോമറും ബ്ലൂടൂത്ത് പോലത്തെ 2 കപ്പാസിറ്ററും 2 STK പണ്ട് സാനിയ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന IC ആണ്. STK IC, ഡബിൾ STK IC ഒക്കെ വെച്ചുള്ള ഒരു മാനുവൽ സ്വിച്ചൊക്കെ ഉള്ള ഇത് കണ്ടോ. ഇതിൻ്റെ സ്വിച്ചൊക്കെ ഉണ്ടോ? സ്വിച്ചൊക്കെ ടിങ് 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 വോളിയം കൺട്രോളൊക്കെ ചെയ്ത് പീക്ക് ലെവൽ ഇൻഡിക്കേറ്ററൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു സെറ്റാണ്.
ടേപ്പ് 1, 2 ഒക്കെ ഇൻപുട്ടുകളൊക്കെ ഇങ്ങനെയാണ്. കാര്യം സെറ്റ് ഓൺ ആകുന്നുണ്ട്. IAGB സ്റ്റീരിയോ ഇൻറ്റഗ്രേറ്റഡ് ആംപ്ലിഫയർ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ട്രാൻസ്ഫോമറിൽ അതിൻ്റെ വോൾട്ടേജും ലൈനും വൈൻഡിങ്ങും ഒക്കെ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഓളിയം കൺട്രോളൊക്കെ കണ്ടോ, വെറൈറ്റി ഓളിയം കൺട്രോളാണ്. അവിടെ ഗ്ലാസ്സേ കാണിക്കാം. വെറൈറ്റി ഓളിയം കൺട്രോളൊക്കെയാണ്, നല്ല മുഴുത്ത ഓളിയം കൺട്രോള് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വിക്ടർ. ഇത് കണ്ടോ, ഇതൊരു അസംബ്ലിങ് സെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ അകത്തെ വയറൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. വലിയ പ്രൊഫഷനൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരു 19 വർഷമെങ്കിലും പഴക്കമുള്ള ഒരു സെറ്റാണ്. ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കുറേ കണക്ഷനൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. സ്വിച്ചൊക്കെ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ മാറിയിട്ടുണ്ട്. ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞെങ്കിൽ ഇതിനൊരു ഫെയ്ഡ് പോലും വന്നിട്ടില്ല. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ശബ്ദം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ശബ്ദം ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. അത്ര നല്ല ക്വാളിറ്റിയാണ്. കേൾപ്പിക്കാതെ. മൊബൈലിൽ കേൾക്കുമ്പോൾ എത്ര കൊണ്ട് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഭയങ്കര STK ആംപ്ലിഫയർ IC ആണ്. 2 STK ആണ്. 2 ചാനലേ ഉള്ളൂ. ഒരു ചാനലിന് ഒരു ഫുൾ STK കൊടുത്തിരിക്കുകയാണ്. മറ്റേ ചാനലിന് 2 STK വെച്ചാണ് 2 ചാനലേ ഇതിനുള്ളൂ. അസാധ്യ സൗണ്ട് ക്വാളിറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ 110 ഒരു സാധനമാണെന്ന് മാത്രം, 110 വർക്ക് ചെയ്യുന്നതാണെന്നുള്ള ഒരു സംഗതി മാത്രമേ ഉള്ളൂ. എന്നാലും കൊള്ളാം. നല്ല സൗണ്ട് ക്വാളിറ്റി. ഒന്നുകൂടെ ഓടിയോ കേൾപ്പിക്കാം. ഇപ്പൊ ഉപ്പ് തരത്തില്ല. നിന്റെ അസുഖമൊക്കെ മാറി കുളിച്ചതിന് ശേഷം അമ്മുമ്മ നല്ലോണം ഉപ്പ് ചേർത്ത് തരാം കേട്ടോ. എന്നാ ഇപ്പൊ ഇതങ്ങോട്ട് കഴിക്കേ, ശരീരമൊക്കെ അങ്ങോട്ട് തണുക്കട്ടെ. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോണിയുടെ ഒരു DVD പ്ലെയറിൽ നമ്മൾ ബ്ലൂടൂത്ത് പിടിപ്പിക്കാൻ പോകാം. ബ്ലൂടൂത്ത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സെറ്റ് അടിക്കാൻ പോകുന്നത്. ഒരു ബ്ലൂടൂത്ത് ബോർഡ് പിടിപ്പിച്ചാൽ ബ്ലൂടൂത്ത് ഇല്ലാത്ത സെറ്റാണ്. അപ്പോൾ അതാണ് അടുത്ത വീഡിയോ. എന്നാണേലും ഇന്ന് ബോറടിപ്പിക്കാതെ എല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തില്ലേ. എനിക്ക് ഒത്തിരി സെറ്റുകൾ കാണാൻ പറ്റിയില്ലേ. ആ വിക്ടറിൻ്റെ സെറ്റൊക്കെ നല്ല സൂപ്പറായിരുന്നു. ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി അന്യായ സെറ്റ്. അപ്പം ഇപ്പോൾ സോണി ഹോം തിയേറ്ററാണ്. ഇത് D ക്ലാസ് ആണ്. മറ്റേ STK IC വെച്ചുള്ള സാധനമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സെറ്റ് ബ്ലൂടൂത്ത് പിടിപ്പിക്കാം. രണ്ട് സ്ക്രൂ ഉണ്ട്. ഇതാണ് സെറ്റിൻ്റെ നിറയെ പൊടിയും മണ്ണുമാണ്. ആദ്യം അത് വലിച്ചെടുക്കും. സ്പീക്കർ അത്യാവശ്യം കണ്ട സ്പീക്കറൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ബ്ലൂടൂത്ത് പിടിപ്പിക്കാൻ പോവാണ്. ബ്ലൂടൂത്ത് പിടിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇൻപുട്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു കറക്റ്റായിട്ടിരിക്കുന്ന ഒരു സ്പീക്കർ നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് ആ സ്പീക്കർ കണക്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. സോണിയുടെ ഹോം തിയേറ്ററിനകത്തിരിക്കുന്ന സ്പീക്കറാണ്. നല്ല അടിപൊളി സ്പീക്കറാണ്.
ഇതാണ് സ്പീക്കർ. നല്ല വർക്കിംഗ് ആണ്. അതിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല. സോണി 1/826/821/11. കണ്ടില്ല. അതെല്ലാം അപ്പോൾ പൊട്ടിപ്പോയായിരുന്നു. അതുകൊണ്ട് ഞാൻ പൊട്ടാത്ത ഒരു കവറിലേക്ക് ആ സ്പീക്കർ സഹോദരനെ എടുക്കുകയാണ്. പിന്നാണ് പിന്നെ ഇത് നമ്മൾ സ്പീക്കർ സെപ്പറേറ്റ് സ്ക്രൂ ചെയ്യുമല്ലോ. ഇതെല്ലാം കൂടി ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വെക്കും. കറക്റ്റ് സീറ്റ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ബ്രഷൊക്കെ ക്ലീൻ ചെയ്ത് കണക്ഷൻ കൊടുത്ത് കണക്ഷൻ ഇങ്ങനെയാണ്. കണക്ഷൻ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. കണക്ഷൻ കൊടുത്തു. കവറിടുമ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിയാണ് ഈ സ്ക്രൂ മുറുകുന്നത്. എല്ലാം കൂടെ കൂട്ടി സ്ക്രൂ മുറുകുന്നത്. സ്ക്രൂ നമ്മൾ നല്ലത് നോക്കിയിടണം. ഈ മണ്ടയൊക്കെ പോയ സ്ക്രൂ ഒന്നും ഇനി ഇടരുത്. അതെല്ലാം കൂടെ കളയണം. ഇതിപ്പോൾ ചൈനയിൽ നിന്ന് നമ്മൾ സ്പീക്കർ കണ്ടല്ലോ. അതൊക്കെ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ അതിപ്രസരം മൂലമുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ കമ്പനിക്ക് ഹരിയാനയിൽ വലിയ ഫാക്ടറി ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. ഇന്ത്യയിൽ സോണി വന്നിട്ട് അവസാനം സോണി അനുഭവിച്ച ബുദ്ധിമുട്ടുകളും അവസാനം ഇന്ത്യയിൽ നിന്ന് ചൈനയ്ക്ക് പോകേണ്ടി വന്ന സാഹചര്യങ്ങളുമൊക്കെ ഞാൻ പറയാം. എൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഇപ്പോൾ ചൈനയിൽ നിന്ന് സ്പീക്കർ വരേണ്ടടുത്ത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ വരേണ്ടതായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പേര് പറയുന്നത് നമുക്ക് അഭിമാനമാണോ അഭിമാനമല്ലായ്മയാണോ? അപ്പം ചൈനയിൽ നിന്ന് പോയത് അല്ലാതെ കമ്പനി കൊണ്ടുവന്ന് നല്ല ഒന്നാന്തരം ഫാക്ടറി ഇട്ടിട്ട് ഞാൻ ആ ഫാക്ടറി പോയി കണ്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ കാണിക്കാം. അതിവിടുത്തെ എന്നാ പറയുന്നത് ഭരണ രീതിയിലോ രാഷ്ട്രീയ അതിപ്രസരോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിക്കാം. കണ്ട് ഇവിടെ നിൽക്കാൻ മേലാതെ അവർ ചൈനയ്ക്ക് പോയി. ഇപ്പോൾ ചൈനയിൽ നിന്നും പോയി വിയറ്റ്നാമിനിപ്പോൾ പോയി. വിയറ്റ്നാമാണ് ഇനി വളർന്നു വരാൻ പോകുന്ന ഒരു രാജ്യം. ഇപ്പോൾ നമ്മുടെ ഹോം തിയേറ്ററും കാര്യങ്ങളൊക്കെ വിയറ്റ്നാമിൽ നിന്നാണ് വരുന്നത്. അപ്പം ഞാൻ പറയാം, നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ഓരോ കമ്പനികൾ വരുന്ന ഇന്ത്യൻ കമ്പനി ആണെങ്കിലും ഫോറിൻ കമ്പനി ആണെങ്കിലും അവർക്ക് വേണ്ട രീതിയിലുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും ചെയ്തു കൊടുത്താൽ നമ്മുടെ രാജ്യം വളരും. നമ്മുടെ ആൾക്കാർക്ക് ജോലി വരും. നമ്മുടെ ആൾക്കാർ വിദേശത്തൊക്കെ നമുക്ക് ജോലിക്ക് പോകേണ്ടി വരുന്ന ഇവിടെ നമുക്ക് ജോലി സാധ്യതകൾ ഇല്ലാഞ്ഞിട്ടാണ്. നമ്മുടെ ജോലി സാധ്യതകൾ ഇല്ലെന്നാക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ നയവും എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ ആരെയും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. നമ്മൾ ഓരോരുത്തരും അതിന് ഉത്തരവാദികളാണ്. ഓരോരുത്തരും നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് എടുക്കണം, റെഡിയാക്കി എടുക്കണം. നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാകുകയും അല്ലാതെ നമ്മൾ പിള്ളേരെ മാത്രം പ്രൊഡക്റ്റ് ചെയ്ത് കയറ്റി അയച്ചാൽ പോരല്ലോ. നമുക്ക് സാധനങ്ങളും കൂടെ പ്രൊഡക്റ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ കയറ്റി അയക്കുന്ന രാജ്യം കേരളം അതിൻ്റെ 1ാം നമ്പർ 1. കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് വേറെ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കും. കുഴപ്പമില്ല, അതും ഒരു വ്യവസായമാണ്. എങ്കിലും അതിലും ബെറ്ററായിട്ട് നമ്മുടെ പിള്ളേരെ നമുക്കിവിടെ തന്നെ നിർത്തി നമ്മളെ അവർക്ക് നമ്മുടെ വയസ്സാങ്കാലത്ത് അവരെയൊക്കെ ഒന്ന് കാണാനുള്ളൊരു മോഹം കൊണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ സ്പീക്കർ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഇത്രയും ചരിത്രം പറഞ്ഞു പോയെന്നുള്ളേ ഉള്ളൂ. ഓക്കെ, തുരുമ്പില്ലാത്ത വല്ല സ്ക്രൂവും കിട്ടുവാണെങ്കിൽ ഇതിലൊക്കെ ഇച്ചിരി തുരുമ്പായി. ഇത് ഒട്ടിച്ച് വെച്ചിരുന്ന ഇത് മതി. ഒരു തുരുമ്പ് കാണുകയില്ല, ഒട്ടിപ്പോയെന്ന് കാണുള്ളൂ. വീട്ടിൽ ഇടി കൂടിയപ്പോൾ പൊട്ടിപ്പോയതാണേ. ഇടി കൂടിയപ്പോൾ, അതെ, ഹോം തിയേറ്റർ ഇടി കൂടിയപ്പോഴല്ല, വീട്ടിലെ ആൾക്കാർ തമ്മിൽ ഇടി കൂടിയപ്പോൾ പൊട്ടിപ്പോയതാണേ. അതിന് തുരുമ്പില്ല. അവർ നല്ല രീതിയിൽ അടച്ചും പൊളിക്കെല്ലാം വെച്ചിരുന്ന ആൾക്കാർ വീട്ടിൽ ഇടി കൂടിയപ്പോൾ
അടി കൂടിയപ്പോൾ എന്തും വേണം പറയാം. നിന്റെ പണ്ടോ പഞ്ചറായിപ്പോയി, പഞ്ചർ. ഇനി ഇതിനകത്തും കൂടെ സ്ക്രൂ കൊണ്ട് എടുത്തേക്കാം. ഫ്രണ്ട് കുഴപ്പമില്ല, ബാക്ക് മുഴുവൻ ചവറുപടിയായി പോയെന്നു. ഫ്രണ്ട് അതിലും ഇപ്പം നമ്മൾ ആ സൈഡ് അത് നമ്മളിപ്പോൾ ശരിയാക്കി വെച്ച് സ്പീക്കർ പൊട്ടിയതാണ് അപ്പടി. അതിലും ഫ്രണ്ട് നല്ല ഇതില്ല. ഇതിൻ്റെ പൊട്ടലൊന്നുമില്ല. ഇതിൻ്റെ ബാക്ക് വശം മാത്രമേ പൊട്ടിയുള്ളൂ. പക്ഷേ ഇതിൻ്റെ കസ്റ്റമർ എന്നോ ഇടി കൂടിയ ആളാണേലും അത് വേട്ടാവിളിയും കയറാതെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ച ബുദ്ധിമാനായ കസ്റ്റമറാണ്. അതുകൊണ്ട് അയാളെ ഞാൻ ഒന്ന് പ്രത്യേകം സല്യൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ എവിടെയാണ് സ്ക്രൂ ഇല്ലാത്തൊന്നൊന്ന് ടോർച്ചുണ്ടോ? നമ്മുടെ ലേസർ ടോർച്ച് താഴെയായിപ്പോയി. താഴെയാണ്. ഓക്കെ, എന്നാൽ ഇവിടെ ആ ബൾബ് എടുത്തൊരെണ്ണം നോക്കിയാൽ മതി. അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ സ്കൂട്ടർ ഇട്ട് നോക്കുമ്പോൾ സ്ക്രൂ ഉണ്ടോ? അപ്പോൾ എല്ലായിടത്തും സ്ക്രൂ ആയോ? ഈ സ്ക്രൂ ഞാൻ തരികയാണ്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ സ്ക്രൂ കളഞ്ഞു വരുമ്പോൾ ഇടാൻ നിനക്ക് 2, 4, 6 സ്ക്രൂ എൻ്റെ വക. പൊട്ടിപ്പോയതാ കേട്ടോ, ഞാൻ കട്ടെടുത്തതൊന്നുമല്ല. പൊട്ടിപ്പോയ സ്ക്രൂ ഇല്ലാത്തതാണ്. അതിനകത്തെല്ലാം സ്ക്രൂ ഉണ്ട്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. ഇവൻ പൊട്ടപ്പനായി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്യേണ്ട കാര്യമാണ്. ഏത് സെറ്റ് മേടിച്ചാലും എല്ലാത്തിനും കമ്പനിക്ക് സ്ക്രൂ ഇടാതിരിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു സാംസങ്ങിൻ്റെ ഒറ്റ ടി വിക്ക് സ്ക്രൂ ഇല്ല. ഒരു വേട്ടാവിളിനും കൂടി വെക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. സാംസങ്ങിൻ്റെ 43 ഇഞ്ച് ടി വി തൊട്ട് ഒറ്റ ടി വിക്ക് സ്ക്രൂ ഇല്ല. അതുകൊണ്ട് വേട്ടാവിളിയൻ കൂട് കൂട്ടാതിരിക്കാൻ, നിലംതൊടാമണ്ണ് കൂട് കൂട്ടാതിരിക്കാൻ നമുക്ക് ഇതുപോലെയുള്ള ഹോളുകൾ അടച്ചു വിടുന്നത് എപ്പോഴും നല്ലതാണ്. ഇത് പുറകെ നോക്കിയാൽ ഇച്ചിരി വൃത്തികേടുണ്ട്, അത് പുറകെ നമ്മൾ കാണുന്നില്ലല്ലോ. പക്ഷേ ഇത് ചെയ്താൽ നാളെ ഈ സെറ്റ് സർവീസ് ചെയ്യാൻ നേരത്ത് നല്ല വൃത്തിയായിരിക്കും, ഒരു കേടും കാണുകയില്ല. അപ്പം ഈ സ്പീക്കർ റെഡി. അപ്പോൾ ഒരു സ്പീക്കർ റെഡിയായി. ഈ പൊട്ടിപ്പറഞ്ഞെല്ലാം കൊണ്ട് കളഞ്ഞിട്ട് വരട്ടെ. 2 സ്പീക്കറായി. വയറതാ ഇതല്ല ഇത് ഒരെണ്ണം പിടിക്കുമ്പോൾ ഒരെണ്ണം ചാടിപ്പോ. മറ്റേ വെട്ടിക്ക് മുട്ടിച്ചു. നല്ല കുഴപ്പമില്ല. ഓക്കെ, അപ്പം 3 സ്പീക്കറായി. അപ്പോൾ 1, 2, 3 സ്പീക്കർ. ഇപ്പോൾ തൽക്കാലം 3 സ്പീക്കറിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ബാക്കി ഇതിൻ്റെ വർക്കിലേക്ക് പോവാം.
ഇതങ്ങ് വെച്ചാൽ നല്ല രീതിയിൽ ഇതിൻ്റെ പുറകിൽ ഇത് നമ്മുടെ സ്പീക്കറാണെന്നൊന്ന് എഴുതി വെച്ചാൽ അല്ലെങ്കിൽ ഇത് വീണ്ടും ആർക്കെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കും. അവർ സ്പീക്കർ ഫോർ ടെസ്റ്റിംഗ് എന്ന് എഴുതി ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചാൽ ഈ മൂന്നും കേട്ടോ. നമുക്കിവിടെ നല്ല സ്പീക്കർ ഉണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്ന് വന്ന സാറ് മൊത്തം സ്പീക്കറും അടിച്ചുകൊണ്ട് പോയി. പുള്ളി അടിച്ചോണ്ടല്ല, പുള്ളി കാശത്ത് മേടിച്ചോണ്ട് പോയാൽ. എന്നാലും അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ സ്പീക്കർ ഇല്ലെന്നായതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കാണുന്നത് ഗൈസ്. നമ്മൾ ചില സാധനങ്ങളൊന്നും അങ്ങനെ കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബുദ്ധിമുട്ടും. ഈ പഴയ മോഡൽ ഇതിൻ്റെ പിന്നൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞങ്ങൾ വല്ല അടിച്ചു പൊളിച്ച് പാട്ട് കേട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് വെക്കാമെന്നുള്ളതാണല്ലോ നമ്മുടെ ഇവിടുത്തെ ലക്ഷ്യം. അപ്പോൾ ഫങ്ഷൻ റീഡിങ് ട്യൂണറ് USB, TV, DVD, CD. അപ്പോൾ TV എന്നുള്ളിടത്ത് വേണം ലൈനിന്നായിരിക്കും. അപ്പം ഞാനതൊന്ന് ടച്ച് ചെയ്യാൻ പോവാണ്. ഒരു ട്യൂസർ ഞാൻ അത് മതി മറ്റുള്ളതാണ്. TV വേറെ പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒന്ന് ഓക്കെ. അത് കിട്ടി. മറ്റേ ഒരു സ്പീക്കറല്ലേ കൊടുത്തിട്ടുള്ളൂ. ഇതെങ്ങനെ മറ്റേ കിട്ടുന്നു? ഫ്രണ്ട് ലെഫ്റ്റിന് നോക്കാം. ഫ്രണ്ട് ലെഫ്റ്റ് കിട്ടി. രണ്ടുപേരെയും കിട്ടി. ഓക്കെ. നല്ല ചില ഷീൽഡ് വെയർ ഷീൽഡ് വെയർ കട്ടും സ്ട്രിപ്പറും. ഒരു ഇതൊന്നും ധാരാളം മതിയായിരിക്കും. ഇവിടുന്ന് ഇവിടം വരെ. ഓക്കെ. സ്റ്റിപ്പറും കൂടെ തന്നെ. സ്റ്റിപ്പർ ഒരു കത്തി തന്നാലും കുഴപ്പമില്ല. നമ്മുടെ കത്തി മതി. സ്റ്റിപ്പർ വേണം. ഇപ്പം എത്ര നേരമായി ആ സ്കൂട്ടറിൻ്റെ ബൈക്കിൻ്റെ ബാറ്ററി പെരുന്ന് നോക്കിയാൽ നമുക്ക് 1 മണിക്കൂർ. 1 മണിക്കൂർ അല്ലേ?
ആ സോണിയുടെ റായ്ക്ക് സെറ്റയിൽ നമ്മൾ ബ്ലൂടൂത്ത് പിടിപ്പിച്ചായിരുന്നേ, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത്ര മതി. 20. ഇപ്പറയായി അതിൻ്റെ ഇടയ്ക്കൂടെ മറ്റവൻ്റെ കൊണ്ട് വീഡിയോയുടെ അത് മുട്ടാനും പാടില്ല. അത് മൊത്തം പ്രശ്നം. രാഷ്ട്രീയ ചതി എന്താന്ന് റെക്കോർഡ് എടുത്തിരിക്കുകയാണോ? നിർത്തിയാൽ വേണ്ട, എത്ര മതി, നിർത്തിയാൽ. റൈറ്റ് സൈഡിൽ വെള്ള, ലെഫ്റ്റ് സൈഡിൽ ചുമല. അത് നമ്മൾ സൈഡിൽ നോക്കാൻ കൊടുക്കണേ. റൈറ്റ് സൈഡിൽ വെള്ള, ഇവിടെ റൈറ്റ് വെള്ള, ലൗണ്ട്. അപ്പോൾ ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ട് ഒത്തിരി സെറ്റുകൾ തീർന്നു, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫോൺ പിന്നെ ഒത്തിരി വന്നു, അവരോടൊക്കെ 8 മണി കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നാലും ഞാൻ മടുത്തു.
നിർത്തുവാണ്. ഇപ്പം 5 വോൾട്ട് സപ്ലൈ കൊടുക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എക്സ്ട്രാ 5 വോൾട്ട് സപ്ലൈ വേണം. ഞാൻ അഡാപ്റ്റർ മേടിച്ച് വെച്ചിട്ടുണ്ട്, അത് കൊടുക്കണം. അത് താഴെയാണ് ഇരിക്കുന്നത്, എടുത്തുകൊണ്ട് വേണം. ബ്ലൂടൂത്ത് പിടിപ്പിച്ചു. ഇനി നാളെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ഒരു ലൈക്ക് അടിക്കണം, ബെൽ ബട്ടൺ. പിന്നെ ബെൽ ബട്ടൺ അനേബിൾ ചെയ്യണം. എങ്കിലേ നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പോൾ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ലൈക്ക് അടിക്കുമ്പോൾ ഒരു സാധനം വരും, ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വരും. അതും ഒന്ന് ഞെക്കി വിട്ടാക്കണം. ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി ഞെക്കി വിടാം. അത് ഞെക്കി വിട്ടാൽ നിങ്ങൾക്ക് പല സമ്മാനങ്ങളും വരും അതിൻ്റെ പേരിൽ. അതൊന്ന് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും എന്നെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക, കണ്ടിട്ട് അതിനുള്ള മറുപടി എല്ലാം ഉണ്ട്. നമ്മുടെ സ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ്. സോണി ഇലക്ട്രോണിക്സ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. എൻ്റെ പേര് സോണി എന്നാണ്. ട്രക്ക് ട്രാവൽ ബൈ സോണി ജിൻസിയാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. 9447208809 ആണ് നമ്മുടെ ഫോൺ നമ്പർ. അപ്പം വീഡിയോ മുഴുവൻ കാണാതെ ഒത്തിരി പേര് കമൻറ്റ് ഇടുകയും ഒത്തിരി പേര് വിളിച്ചു ചോദിക്കുകയും ചെയ്യുന്നത്, അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും കണ്ടിട്ട് വിളിക്കുക. 2000 വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യം ഞാൻ ഇട്ടിട്ടുണ്ട്. പുറകോട്ട് നിങ്ങൾ പഴയ വീഡിയോസ് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് സ്ഥലം അറിയാൻ പറ്റും, ഫോൺ നമ്പർ അറിയാൻ പറ്റും, സംശയങ്ങൾ തീർക്കാൻ പറ്റും. ഓക്കെ, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇടുന്ന ആളാണ് ഞാൻ, ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലരും ഇടുന്ന പോലെ ചുമ്മാ സ്പീഡിൽ ഒന്നും ഞാൻ ചെയ്യാറില്ല. എല്ലാം ഞാൻ വളരെ ഗ്രാജുവലായിട്ട് വളരെ സ്ലോയിൽ ചെയ്യുന്ന വർക്ക് അതേപടി ജെന്യൂനായിട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് സംശയങ്ങളൊന്നും വരാനില്ല. ഉണ്ടെങ്കിലും വിളിക്കുക, കുഴപ്പമില്ല. ഇന്റർനെറ്റിന്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് അറിയാമല്ലോ. പുറകിലത്തെ വീഡിയോസ് നിങ്ങൾ വീഡിയോ കണ്ടാൽ ഇന്റർനെറ്റിന്റെ പ്രശ്നം അറിയാലോ. കാരണം ഒത്തിരി സോഷ്യൽ മീഡിയ ഒത്തിരി 1000 കണക്കിന് ആൾക്കാർ വിളിക്കും. അപ്പം നമുക്ക് അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങൾ വിളിക്കുന്നതിൽ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമില്ല. എല്ലാം സന്തോഷം, വിളിക്കുന്നതിലൊക്കെ സന്തോഷം. അപ്പോൾ നമുക്ക് വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ വീണ്ടും കാണാം.